നമുക്ക് പുതുതായി ഓൺബോർഡ് ചെയ്ത ക്ലെയിം 2022 ഒരു ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഉണ്ട്. ആ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ കോർട്ടിൽ ഈ ഓപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഇതേപോലെ നെയിമുള്ള ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തി ഇഞ്ചക്ഷൻ ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷെ നമ്മളെ സൈഡ് കേൾക്കാതെ തന്നെ കോടതി വിധി ചെയ്തു. അവർ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത് 29 എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അത് ഈ ഓപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ടീമിൽ 29 അവർക്ക് ട്രേഡ് മാർക്ക് ഇല്ല, എന്നാൽ അവർക്ക് 35 അവരത്ര വലിയ ബിസിനസ് ഒന്നുമല്ല, അവർ നല്ലപോലെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവൻ ഒരു 4-5 വർഷം കൊണ്ട് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്ത് നല്ല ടേൺ ഓവറും കാര്യങ്ങളും ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പായി. ആ പേര് കേൾക്കുമ്പോൾ അത് അവരുടേതല്ല എന്നുള്ള ചോദ്യമാണ് ബാക്കി എല്ലാവർക്കും വരുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുക. നമ്മൾ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഓപ്പോസിഷനിൽ ആരെങ്കിലും ഉണ്ടോ, അത് ഒരു ക്ലാസ് എന്നല്ല, നമ്മൾ ട്രേഡ് മാർക്കിൽ എല്ലാ ക്ലാസ്സിലും ഒന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ അതേമാതിരി കോമ്പറ്റീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ മൂവ് ചെയ്യണം. പിന്നെ ഈ ട്രേഡ് മാർക്കിന്റെ കേസിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊടുത്താണ് പോകുന്നവരുണ്ട്. അതിന്റെ കേസ് എന്താണെന്നുള്ള അടുത്ത വീഡിയോയിൽ പറഞ്ഞു.